എൻ്റെ ടീച്ചറാണ്, എൻ്റെ അധ്യാപികയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ചെറുതല്ലല്ലോ. ആ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രദീപേ, നീ പോയാൽ ഏതുവരെ പോവുമെന്ന് എനിക്കറിയാം. നീ 3-ൻ്റെ തിരിച്ചു വരും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ ക്ലാസ് മുറിയുടെ വാതിലിലോട്ട് കയറുമ്പം, വാതിൽ കടന്ന് അകത്തെത്തുമ്പം നമ്മൾ കറക്റ്റ് ഒരു എനർജി പാക്കേജ് ആയിരിക്കണം. അപ്പം ഞാൻ ഇന്നാണെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ആ ഒരു കുഞ്ഞു കാലഘട്ടം എന്ന് പറയുമ്പം ആ സ്കൂളും അവിടെ ഉണ്ടായിരുന്ന ലീല ടീച്ചറും അതേപോലെ തന്നെ അന്ന് അവിടെ പഠിപ്പിച്ച മറ്റു ഓരോ ടീച്ചേഴ്സുമാണ്. അങ്ങനെ ആധുനിക സൗകര്യങ്ങളൊന്നും ഉള്ള ഒരു സ്കൂളിലല്ല ഞാൻ എൻ്റെ LP UP വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. ഒരു ചെറിയ സ്കൂള്, ഞങ്ങളുടെ നാട്ടുമ്പുറത്തെ ഒരു ചെറിയ സ്കൂളിൽ. എനിക്ക് പിന്നെ അങ്ങനെ വലിയ താല്പര്യം എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ആ ക്ലാസ് റൂമിലേക്ക് അടുപ്പിച്ച ഒരു ടീച്ചറായിരുന്നു എൻ്റെ മലയാളം ടീച്ചർ, റാണി ടീച്ചർ. ടീച്ചർ നമ്മുടെ വൈലോപ്പിള്ളിയുടെ മാമ്പഴം, മാധവിക്കുട്ടിയുടെ നെയ്പായസം, പിന്നെ നമ്മുടെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു. കാരണം ടീച്ചർ അത്രയ്ക്ക് ഇൻവോൾവ്ഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ടീച്ചർ ചിരിച്ച് പഠിപ്പിക്കും, ഇപ്പോൾ കവിതയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കും. ഇനിയിപ്പം വെള്ളപ്പൊക്കത്തിലൊക്കെ പഠിച്ച് തീരുമ്പോൾ ഞങ്ങൾ കരയും. അപ്പോൾ അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത ടീച്ചറാണ്. ടീച്ചർ ഇങ്ങനെ ഒരു വൈറ്റ് സാരി, എൻ്റെ ഓർമ്മകളിലൊക്കെ അതാണ് വരുന്നത്, വൈറ്റ് സാരി, വൈറ്റ് ബ്ലൗസ്, കളറൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു ടീച്ചർ ഒരു വിഡോയാണ്, അതിനുശേഷം ഹസ്ബൻഡ് മരിച്ച ശേഷം ഇങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഉപയോഗിക്കുള്ളൂ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ടീച്ചറിനോട് പോയി പറഞ്ഞു, ടീച്ചർ ഒരു കളർ സാരി ഉടുക്കോ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല, നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിലാണ് കാര്യം. മാത്രമല്ല, നമുക്ക് എന്ത് പേഴ്സണൽ ദുഃഖം ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ക്ലാസ് മുറിയിൽ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ അത് വരരുത്. എനിക്ക് ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഒന്നും മനസ്സിലൊന്നും ആയില്ല, പക്ഷേ ഇതൊക്കെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് BEd ഒക്കെ കഴിഞ്ഞ് ഒരു ടീച്ചറാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്തെടുക്കുക, ശരിയാണ്, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇപ്പോൾ 40 കുട്ടികൾ ഇരിക്കണമെങ്കിൽ 80 കണ്ണുകൾ നമ്മളിങ്ങനെ നോക്കൂലേ. അപ്പോൾ നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം, മനസ്സമാധാനം, പിന്നെ അവർക്ക് പഠിക്കാനുള്ളൊരു സന്തോഷം, ഇതെപ്പോഴും അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കണം. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ ക്ലാസ് മുറിയുടെ വാതിലിലോട്ട് കയറുമ്പം, വാതിൽ കടന്ന് അകത്തെത്തുമ്പം നമ്മൾ കറക്റ്റ് ഒരു എനർജി പാക്കേജ് ആയിരിക്കണം. അപ്പോൾ പിള്ളേരും സമാധാനമായിട്ടിരുന്ന് പഠിച്ചോളും. ഇത് ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായി പിൽക്കാലത്ത് മാറിയപ്പോൾ റാണി ടീച്ചർ പണ്ടങ്ങാണ്ട് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞ് തന്നെ കിടപ്പുണ്ടായിരുന്നു. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് എൻ്റെ അച്ഛൻ ഇലക്ട്രീഷ്യനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇലക്ട്രിക്കൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഇലക്ട്രിക്കൽ പണിയും അതുപോലെ എൻ്റെ പഠനവും കൂടെ അങ്ങോട്ട് കമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ PSC ക്ലാസ്സുകൾ എടുത്താലോ എന്നൊരു ചോദ്യം എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ ഒരു തോട്ടുണ്ടായി. അപ്പോൾ ഒരു അധിക വരുമാനം നേടുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ചേട്ടനാണ്, മീൻസ് എൻ്റെ സഹ ജോലിക്കാരനായിട്ടുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ മുതൽ PSC ക്ലാസ് എടുത്താലോ എന്നൊരു ആലോചനയിലാണ്, അതാകുമ്പോൾ എനിക്ക് പഠിക്കാനും കൂടെ പറ്റും. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ എടുത്ത വായിൽ ആ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രദീപേ, നീ പോയാൽ ഏതുവരെ പോവുമെന്ന് എനിക്കറിയാം. നീ 3-ൻ്റെ തിരിച്ചു വരും. അതിനേക്കാൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത അടുത്ത ഡയലോഗാണ്. പുള്ളി എന്നോട് പറഞ്ഞ അടുത്ത ഡയലോഗ്: പ്രദീപ, നീ നാളെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് അവർ ചായ മേടിച്ച് തരുമോ പകരമായിട്ട് എന്നെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വളരെ ദയനീയമായിട്ട് ആ പുള്ളിക്കാരനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ആ പുള്ളിക്കാരൻ എന്നെ ഏത് പെർസ്പെക്റ്റീവിലാണ് കണ്ടിരുന്നത്, നീ ഇത്രയേ ഉള്ളടാ എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര, ഇവൻ നമ്മളെ ഇങ്ങനെയാണോ വിചാരിക്കുന്നത് എന്ന് വളരെ ദയനീയമായിട്ട് നോക്കിയ ശേഷം, അതിനുശേഷം പിന്നീട് അതൊരു വാശിയായിരുന്നു. ഓരോ ഘട്ടം കഴിയുമ്പോഴും എനിക്ക് വാശിയാണ്. ആ വാശിയാണ് ശരിക്കും നിങ്ങളിപ്പോൾ കാണുന്ന എന്നെ പരുവപ്പെടുത്തിയത് ആ ഒരു വാശിയാണ്. കുട്ടികളുടെ അറിവും കഴിവും ഒക്കെ മനസ്സിലാക്കി അവരെ നേരായ രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഉണ്ണിമാഷ് ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഗുരുബ്രഹ്മ, ഗുരുവിഷ്ണു, ഗുരുദേവ, മഹേശ്വര. ഇതല്ലേ യഥാർത്ഥത്തിൽ അധ്യാപകൻ?
സത്യത്തിൽ ഒരു നല്ല അധ്യാപകൻ ഒരു 100 പുസ്തകത്തിനേക്കാളും തുല്യമല്ലേ? ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ, അമ്മയാണ് ആദ്യ ഗുരുവെങ്കിൽ അധ്യാപകനാണ് ജീവിത ഗുരു എന്ന്. അത് നമ്മളെപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. ആ വാക്ക് യഥാർത്ഥത്തിൽ സത്യമല്ലേ? ആദ്യ ഗുരു അമ്മയാണ്. പലതും ചെറുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മയാണ്. പക്ഷെ ജീവിത ഗുരു തീർച്ചയായിട്ടും അത് അധ്യാപകൻ തന്നെയാണ്. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീച്ചർ എന്ന് ഞാനിന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്നൊരു പേര് ലീല ടീച്ചറാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ തന്നെ. അപ്പോൾ അവിടെ ഞാൻ ആദ്യം എത്തുന്ന സമയത്ത് ഏത് കുട്ടികളെ പോലെ ഇതേപോലെ പഠിക്കാനൊക്കെ മടിച്ച് കളിച്ച് നടക്കുന്ന ഒരു കുഞ്ഞു പ്രായം. പക്ഷേ ഭയങ്കര ഷൈ ആയിട്ടൊക്കെ വേറെ ഒന്നിലും അങ്ങനെ നിൽക്കാതെ പോകുമ്പോൾ സമയത്ത് പഠനത്തിലാണെങ്കിലും ഇനി മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഏതാണെങ്കിലും ഏത് പ്രോഗ്രാം നടക്കുന്ന സമയത്താണെങ്കിലും അതിലേക്കൊക്കെ നിർബന്ധിച്ച് അതിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എന്നെ തയ്യാറാക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ലീല ടീച്ചറാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ആർക്കാണെങ്കിലും ഫീൽ ചെയ്യും അല്ലേ. പക്ഷെ പിന്നെ ആ ഒരു മത്സരം റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് സമ്മാനം നേടുക. അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെ സമ്മാനം വാങ്ങിയതൊക്കെ ആ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ്. അതുമാത്രമല്ല ആ സ്കൂളിൽ അന്ന് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്ന മറ്റെല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ഇപ്പോൾ ഓർക്കുകയാണ്. കാരണം ഏത് പ്രോഗ്രാമിലേക്ക് വരുന്നു, സ്റ്റേജ് പ്രോഗ്രാം, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്തിലേക്കും പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഈ സഭാകമ്പം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കില്ലാതാവുകയാണ്. എല്ലാത്തിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പം ഞാൻ ഇന്ന് ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ആ ഒരു കുഞ്ഞു കാലഘട്ടം എന്ന് പറയുമ്പം ആ സ്കൂളും അവിടെ ഉണ്ടായിരുന്ന ലീല ടീച്ചറും അതേപോലെ തന്നെ അന്ന് അവിടെ പഠിപ്പിച്ച മറ്റു ഓരോ ടീച്ചേഴ്സുമാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഞാനൊരു പാഷനേറ്റ് ആയിട്ടൊരു അധ്യാപകനല്ലായിരുന്നു. പക്ഷേ ഈ പാഷൻ എനിക്ക് എത്തിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വന്ന് സാറേ ക്ലാസ് നന്നായിരുന്നു, ഇനിയും വരണം കേട്ടോ, നല്ല ക്ലാസ് ആയിരുന്നു, സാറ് പഠിപ്പിച്ചൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കിക്കുണ്ട്. ആ കിക്കാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എനിക്കൊരു പാഷനായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. ഞാനത് പറയാൻ കാരണം, നിങ്ങളുടെ ജീവിതത്തിലും ഒരു പക്ഷേ ഒരുപാട് പേര്, ഇപ്പം ഞാൻ ഈ കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരു അധ്യാപകനാവണമെന്ന് തുടക്കം മുതലേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ ജീവിത വ്രതമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. ആ നിങ്ങളോടും പല ആൾക്കാരും ചില കുത്തുവാക്കുകളായിട്ട് വരും. നിന്നെക്കൊണ്ടത് കഴിയില്ല, നിന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ നിങ്ങളുടെ ഒരു റിവഞ്ചായിട്ട് നിങ്ങൾ ഈ ഒരു LP-UP പഠനത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ ആ ഒരു റിവഞ്ചായിട്ട് എന്ത് ചെയ്യുക, കാണുക. ഞാൻ LP-UP ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾ, ഞാൻ മക്കളെ എന്നാണ് വിളിക്കുന്നത്, LP-UP ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ, അവരോടും പറയും, നമ്മളൊരു 4 ചുവരുകൾക്കുള്ളിലുള്ള യന്ത്രങ്ങളോടല്ല സംവദിക്കുന്നത്. നമുക്ക് ജീവനുള്ള മക്കളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അവരിലേക്കാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു എനർജി പാക്കേജായിട്ട് തന്നെ ക്ലാസ്സിൽ പോകണം. സത്യസന്ധമായ മറുപടി കുട്ടിക്ക് കൊടുക്കണം ഏത് കാര്യത്തിനും. ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ വിദ്യാലയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട റാണി ടീച്ചറിൽ നിന്നാണ്. ഇപ്പോൾ ഏറ്റവും വലിയ സ്റ്റേറ്റസിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും IPS ഓഫീസർ ആകട്ടെ, IAS ഓഫീസർ ആകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, എൻജിനീയേഴ്സ് ആകട്ടെ, ഇവർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ചെറുപ്പത്തിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. പക്ഷെ അവർ എവിടെ വെച്ച് കാണുമ്പോഴും, ഞാനടക്കമുള്ള എൻ്റെ അധ്യാപകരെ എവിടെ വെച്ച് കാണുമ്പോഴും തീർച്ചയായിട്ടും ടീച്ചറേ അല്ലെങ്കിൽ മാഷേ എന്ന് ഓടി വരുന്ന ആ ഒരു സ്നേഹം, അത് യഥാർത്ഥത്തിൽ നമ്മളെ ഈ പ്രൊഫഷന് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. എൻ്റെ ടീച്ചറാണ്, എൻ്റെ അധ്യാപികയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ചെറുതല്ലല്ലോ. അതുകൊണ്ട് എല്ലാ അധ്യാപക ജോലി ശ്രമിച്ചിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ പൊസിഷനിലെത്താൻ സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് അല്ലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വ്യക്തികളുണ്ടാവും. അപ്പോൾ നാളെ നിങ്ങളാണെങ്കിലും ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പം ഭാവിയിൽ നമ്മൾ പഠിപ്പിച്ച ഓരോ കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ജീവിതത്തിലെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.